ധർമ്മശാല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് താമസിക്കണമെങ്കിൽ ID കാർഡിന്റെ ഫോട്ടോ കോപ്പി വെച്ച് കൊടുക്കണം. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ധർമ്മശാല. മീൻസ് ചെറിയൊരു ആശ്രമമാണ്. അപ്പോ ഇതിന്റെ ഒരു സെറ്റപ്പ് ഇച്ചിരി പഴയ, അത്യാവശ്യം ഇവിടുത്തെ ഏറ്റവും പഴയ ആശ്രമത്തിൽ പറഞ്ഞ. സോ ഇതിനൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് ID കാർഡ് വേണം. ആൻഡ് ഈ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്ന. ഹലോ ജി, നമസ്തേ ബോലോ. തോ ഇവിടുത്തെ ഒരു സീൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാ. ഇതുണ്ടോ, ഇങ്ങനെ കുറെ റൂംസ് ഒക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരു തണുത്ത ഋഷികേശ് മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അതേ നമ്മുടെ ആശ്രമം വിടുക കേട്ടോ. നമ്മുടെ ഈ ആശ്രമം വിട്ട് നമ്മൾ താമസിച്ച റൂമിൻ്റെ അതാണ്. അവിടുന്ന് ഞാൻ പോവുക. ഇതേ നമ്മുടെ ഓറഞ്ച് മരം മുടങ്ങുന്നത്. ഈ സാധനം ഓറഞ്ച് കേട്ടോ, അവിടെ കിടപ്പുണ്ട്. സോ ഞാനിവിടുന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ ടൗണിലേക്ക് നടന്നിട്ട് പോയി വല്ലതും തിന്നണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ആലോചിക്കണം. പ്ലാനൊന്നുമില്ല. ഓ ജി, സ്ഥിരം പോലെ നല്ല തിരക്കുണ്ട്, പക്ഷെ വെയിലുമുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പൊ പരന്നോടി. ബിക്കോസ് ഇന്നലെ രാവിലെ ഒരു 4:30 വരെ എഡിറ്റിംഗ് പ്രോസസ്സിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം അറിയുന്നവർ നടന്നോളാം. എന്നാലേ ആ ഒരു ഇംപ്രഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ബിസി ഓൺ ദ പ്ലേസ്, നമുക്ക് ഈ സ്ഥലം നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നോണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നടക്കുവാണെങ്കിൽ വലിയ സീനടിക്കൂല. അല്ലെങ്കിൽ അത് റൂം വേണോ, മറ്റേ വേണോ, ഇന്നത് വേണോ, അവിടെ ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞോണ്ട് വരും. സോ അത് നമുക്ക് ആവശ്യമില്ലല്ലോ അല്ല. സോ അത് മനസ്സിൽ വെക്കാം. ഇത് ആക്ച്വലി ഋഷികേശിന്റെ ടൗണിനകത്ത് തന്നെ നമ്മൾ നേരെ നടക്കുമ്പോൾ ഉള്ള റോഡാണ്. പക്ഷേ ഇവിടുന്ന് സ്ട്രെയിറ്റ് എന്നാൽ ലക്ഷ്മൺ ഝൂല എത്തും. നമ്മൾ റൈറ്റ് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഗംഗാ നദിയുടെ അടുത്ത് കൂടെ നമുക്ക് നടന്നു പോകാം. സോ പുള്ളി പറഞ്ഞു തന്ന റൂട്ട് അതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് റൈറ്റ് എടുക്കേണ്ടി വരും എനിക്ക്. അതാന്ന് തോന്നുന്നത്. അങ്ങോട്ട് കാണുന്നത്, ആ കാണുന്ന റൈറ്റാ തോന്നുന്നു. ഇന്നലെ പോയ രാംഝൂലെന്ന് ലെഫ്റ്റ് അടിച്ച് ഗംഗാ കിനാറ് സൈഡിൽ കൂടെ ലക്ഷ്മൺ ഝൂല പിടിക്കാന്ന് വിചാരിച്ചു. സോ ഇതാണ് റൂട്ട്. വോ, ഇതേ ഗംഗാ കിനാറ. ഇവിടെ ടെന്റ് അടിക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ. ഓ യെസ്, പ്രോപ്പർ പ്ലേസ് ആട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് ഈ കുരങ്ങന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് പോയി കൈയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. वहाँ जाना आपको, अरे यहाँ से 10 किलोमीटर आगे गुलर है, वशिष्ठ गुफा है, इधर ही क्रॉस नहीं करना चाहिए. वो बाई बस जाएंगे आप. हाँ ठीक है. आप स्कूटी भी ले सकते हैं कहीं से रेंट. नहीं, मैं ना बजट ट्रैवल करता हूँ तो 10 किलोमीटर आगे है, यहाँ से 12 किलोमीटर होगा. वशिष्ठ गुफा जरूर जाइएगा. वो यही है ना? हाँ, इसी पार. സോ മേയർ ജി കുറെ സ്ഥലങ്ങൾ പറഞ്ഞത്, ഞാനൊരു നോട്ട് പാഡ് നമ്മുടെ ഇതില്ലേ അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാൻ. ആ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് അപ്പുറത്ത് എത്തിക്കഴിയുമ്പോഴാണ് ആ ഒരു ബീച്ച് കണ്ടോ. നമ്മൾ ഇന്നലെ അവിടെ പോയതാ. എന്നാലും കാരണം പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ലേറ്റാണ്. സോ എന്താണല്ലോ ഇരുട്ടും. സോ അതാണൊരു ഡൗട്ട്. പക്ഷേ എപ്പോഴും ആൾക്കാരുടെ പോക്ക് വരവുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. ഫുൾ ടൈം ആൾക്കാരുണ്ട് പോലും. സോ വലിയൊരു സീൻ അടിക്കത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ പോയി നോക്കേണ്ടി വരും. ഓക്കെ, അതിപ്പോൾ ഫുൾ കൺഫ്യൂഷനായി. ഈ മുമ്പിൽ കാണുന്ന മല കയറി അപ്പുറത്ത് പോകാനാണ് പുള്ളി പറയുന്നത്, ട്രെക്ക് ചെയ്ത്. സോ അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പുറത്ത് നീലകണ്ഠ് മഹാദേവ്
ക്ഷേത്രം എങ്ങാണ്ടും ഉണ്ട്. അത് കഴിയുമ്പോൾ വേറെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് ട്രെക്ക് ചെയ്ത് പോകാനാണ്. സോ നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നാളെ നമ്മൾ എന്താണോ ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രൊഡ്യൂസ് കറോ. Hello नाम guys, तो बता दो. myself Sumit Nautiyal. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഭായി കുറച്ച് സ്കില്ലൊക്കെ ഉണ്ടെന്നാ പറയുന്നേ. കമോൺ ഡൂഡ് ദിഖാദോ. ഓ മാൻ ഓ ക്രേസി ആ डूड. हाँ मुझे पता है वो बहुत ज्यादा फ्लडिंग हुआ था वहाँ पे. People came from Uttarakhand to help the citizens there. Oh, you guys came there? He was one of them. There was a team of 14 people and he was one of them. He got a certificate Okay. from the Uttarakhand CM Okay. at that time. Kochi, Trivandrum. Thiruvananthapuram, Kochi, Okay. nearby. From here, went to Kerala to rescue the people. Like solo? You came solo there? No, with the team. With the team. Team is the 26 people. Okay. അപ്പൊ നമ്മുടെ ഇവിടെ ആ ഫ്ലഡ് വന്നപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടനൊക്കെ കേട്ടോ ഇത്. സോ ബിഗ് കൂഡോസ് മാൻ. Nautiyal. അമിത് നോട്ടിയാൽ. ഓക്കെ ജി. ചലോ പഴയ ജൂലയുടെ മുമ്പിലെത്തി. സോ ഇത് നമ്മുടെ ഓൾഡ് ജൂലാണ്, ഓൾഡസ്റ്റ് വൺ. ഫസ്റ്റ് ജി എന്തേ ഒരു കുരങ്ങാച്ചൻ. ഓ മൈ ഗോഡ്. പിന്നെ നോക്കിയേ ചെറിയ മച്ചാൻ ഇത് പോന്നു. ഹേ ഹൗ ആർ യു? ഹേ നമ്മള് അത് ക്രോസ് ചെയ്തു. ഓൾഡ് റാം ജൂല ക്രോസ് ചെയ്തു. ഇനിയിപ്പോ ആ കേവ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കാം. ഓ സോ അറ്റ് ലാസ്റ്റ് അത് ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. ആൻഡ് ഇനി ആ ഗുഫ എവിടെ കാണാമല്ലോ. ബോട്ട് നടന്നോണ്ടിരിക്കുക. നെയ്മല്ലോ. ചല ടീക്ക്. ഇതൊക്കെ അങ്ങോട്ടുള്ള വഴി കേട്ടോ. എനിക്ക് ഞാൻ ഇന്നലെ ഇതിലൂടെ വന്നെന്ന് തോന്നുന്നു. ഇവിടുന്ന് ആകെ 200 മീറ്ററോളം എന്ന് പറഞ്ഞേ. പക്ഷെ എന്താ സീന്ന് പോയി നോക്കാം. നമ്മൾ അടുത്തെത്താറായി തോന്നുന്നു കേട്ടോ. മസ്തറാം ഗുഫ എന്നാണ് എൻ്റെ പേര്. ഗുഫ എന്ന് പറഞ്ഞാൽ കേവ്, ഗുഹ അത് തന്നെ. പക്ഷെ ഇവിടെ ഗുഫ എന്നായിരിക്കും പറയുന്നത്. സോ മുമ്പോട്ട് നടന്നു പോയിട്ട് ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ മുമ്പോട്ട് നടന്നു പോയി സ്ട്രൈറ്റ് ചെന്നിട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. നോക്കാം എന്താന്ന്. അത് കയറിപ്പോകാൻ പറ്റുമോന്നും അറിയത്തില്ല. എന്താണല്ലോ ഇതിനകത്തോട്ട് കാലത്ത് വെച്ച് നോക്കാം. സോ നമ്മളിതിനകത്ത് കയറി കേട്ടോ. ഇവിടെ എന്താണ് സീനെന്ന് ഞങ്ങളാണ്. ഇവിടെ കുറെ സ്വാമിമാരൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. മുമ്പിൽ കണ്ടോ ഇരിക്കുന്നത്. ഇതിലൊക്കെ ഈ കല്ലിൻ്റെ മണ്ടയിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഗുഫ എന്ത് ചെയ്യുന്നത് ആളെ പിടികിട്ടാത്ത. പുള്ളി താമസിച്ചിരുന്ന ഗുഫ എന്ത് ചെയ്യും? ഗുഫ കായ് ഹായ്. ഗുഫ എവിടെ? ഒരട്ടെ ഗുഫ അല്ലേ കുറച്ചാ. ഏതാണ് ഗുഫ? ഓ ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ഐറ്റാന്നാ തോന്നുന്നത്. ഓഹോ ദേ ഇത് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തായിരുന്നു പുള്ളിയുടെ മെഡിറ്റേഷനും പ്രോസസ്സും ഒക്കെ. സോ ഇതായിരുന്നു പുള്ളി താമസിച്ച സ്ഥലം അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലം. ഓക്കെ മസ്ത് റാം. കൊള്ളാം. ഇവിടെ വന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറയാനുണ്ടല്ലോ, നമ്മുടെ സ്വാമിമാരും ബാബാമാരും ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ മിണ്ടാറേ ഇല്ല. അവരാരോടും മിണ്ടാറില്ല. സോ അവരവിടെ ഒരു സൈഡിൽ ഇരിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരത്തൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണേലും ഇല്ല, എന്നെ ആരും സ്റ്റോപ്പൊന്നും ചെയ്തില്ല.
ഞാൻ നേരെ ഇങ്ങോട്ട് കയറി വന്നു, ആ ആശ്രമത്തിൽ കൂടെ കയറി വന്നു, ഈ ഗുഫയിലോട്ട് കയറി. അവിടെ ഉണ്ടായിരുന്ന ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇതാണ് ഗുഫ, നിങ്ങൾ പോയി വേണമെങ്കിൽ കണ്ടോളാൻ പറഞ്ഞു. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നമുക്ക് ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ ബാബാമാരെ പറ്റിയൊക്കെ, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണാൻ കേട്ടോ. ഇതാണ് ഗുഫ, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ഇത് കണ്ട് നമ്മുടെ കേവ് എത്തി. കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു. രാംജൂലയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3.5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ബട്ട് എനിവേ ഇതാ നമ്മുടെ ആശ്രമവും ഇപ്പോൾ ഇവിടെ അമ്പലമാണ് ഇത് ആക്ച്വലി. സോ ഇവിടെ വന്നിട്ട് ആ റേഞ്ചിൽ കുറേ സ്വാമിമാരൊക്കെ ഇരുന്നത് അവിടെയൊക്കെ കണ്ടോ, കുളിക്കുന്നതും ഒക്കെ അങ്ങനത്തെയൊക്കെ കാണിച്ചു തരാം. കണ്ടോ ആ നിൽക്കുന്നത് അതൊക്കെ ഒരു ബാബയാണ്. ഇതിലേക്ക് വന്ന് കുളിക്കുകയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇനിയിപ്പോൾ അമ്പലത്തിൽ കയറി പോകാൻ പറ്റുമോ? ജൂത്തെ ചപ്പൽ യഹാ ഉത്താറോ, ചപ്പലൊക്കെ ഊരിട്ട് വേണം കയറാൻ. അവിടെ ഒരു ആൾ ഇരിപ്പുണ്ട്. ഞാൻ എന്താണെങ്കിലും ജൂത്തയും ചപ്പലും ഒന്നും അഴിക്കുന്നില്ല, ബിക്കോസ് ഇത് പോയാൽ പിന്നെ കാര്യം പോക്കാം. പിന്നെ ജൂത്തയും ചപ്പലും ഇല്ലാതെ നടക്കേണ്ടി വരും മൊത്തം. സോ നമ്മളെന്താണെങ്കിലും കേവ് കണ്ടു. കേവ് കൊള്ളാം, കേവ് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു സ്ഥലത്താണ് പുള്ളി കേവ് എന്താണെങ്കിലും പുള്ളി കണ്ടുപിടിച്ചത്. എനിവേ പുള്ളി സുഖത്തോടെയും സന്തോഷത്തോടെയും പോയി കാണും. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക.